നമസ്കാരം, സനീർ പാറപ്പാറിനാണ്. ഒരിടവേള കിട്ടിയ ഗ്യാപ്പിൽ നേരെ വീട്ടിലേക്ക് പോയേക്കാന്ന് വെച്ചു. 2 ദിവസത്തെ അവധി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അമ്പലശാലയിൽ നിന്ന് ബസ് കയറി. ബസ് അവിടെ നിന്ന് നേരെ അടിമാലിക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ KSRTC ബസ് വരുന്ന കണ്ടു. കൈ കാണിച്ചപ്പോൾ അദ്ദേഹം ഒരു ഡ്രൈവർ നല്ലൊരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം ഇടയ്ക്കുന്ന് കൈ കാണിച്ച സാധാരണ നിർത്തി തരാറില്ലാത്ത KSRTC ബസ് കൈ കാണിച്ച ഉടനെ തന്നെ അദ്ദേഹം ബസ് ചവിട്ടി തന്നു. അങ്ങനെ ബസ്സിൽ കയറി സീറ്റ് പിടിച്ചു, അവിടെ ഇരുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ ബസ് നേരെ അടിമാലി ടൗണിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ നേരെ അടിമാലി ടൗണിൽ വന്നു. അപ്പോൾ ടൗണിൽ ഒരു 10 മിനിറ്റ് നേരം ബസ് ഹാൾട്ടിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ബസ് അവിടെ നിന്ന് എടുത്തു. 10 മിനിറ്റ് എന്ന് ഡ്രൈവർ പറഞ്ഞെങ്കിലും ഏകദേശം ഒരു 8 മിനിറ്റോട് കൂടി തന്നെ ബസ് എടുത്തു. അവിടുന്ന് അധികം നേരം അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അടിമാലിയിൽ നിന്ന് നേരെ ബസ് എടുത്ത് നമ്മളിപ്പോൾ അടിമാലിയിൽ നിന്ന് കോതമംഗലത്തേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മളങ്ങനെ അടിമാലി സ്റ്റാൻഡിൽ നിന്നും പിന്നെ നേരെ ഈസ്റ്റേൺ കമ്പനിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് ഇപ്പോൾ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈസ്റ്റേണിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഈസ്റ്റേണിൻ്റെ കാഴ്ചകളും കണ്ട് എല്ലാം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈസ്റ്റേണിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള സ്റ്റോപ്പിൽ നിന്നും വളരെ യാദൃശ്ചികമായി ഒരു 4-5 പേര് കൈ കാണിച്ചപ്പോൾ ബസ് നിർത്തി. അതിൽ കയറുന്നത് ഒരു സിനിമ സീരിയൽ ആക്ടറാണ്. അദ്ദേഹം തൊട്ടടുത്ത് എൻ്റെ സീറ്റിനോട് തന്നെ സീറ്റ് തന്നെയാണ് വന്നിരുന്നത്. അവിടെ നിന്ന് അങ്ങനെ നേരെ ബസ് പോകുന്നു. കാഴ്ചകൾ കണ്ടു പോരുന്ന കൂട്ടത്തിൽ അങ്ങനെ വാളറ എത്തിയപ്പോഴുണ്ട് നല്ല അതിമനോഹരമായ നുരഞ്ഞു പതഞ്ഞൊഴുകുന്നു എന്ന് പറയുന്ന പോലെ വാളറിലെ വെള്ളച്ചാട്ടം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരുന്നു. കണ്ടമാനം ആളുകൾ, വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു കേട്ടോ വാളറയിൽ. അങ്ങനെ ബസ് വേറെ ഇടയ്ക്കൊന്നും ഒരു സ്ഥലത്ത് നിർത്താതെ അങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന് നമ്മൾ ഏകദേശം നേര്യമംഗലം റാണിക്കല്ല് വളവ് ഇറങ്ങുകയാണ്. റാണിക്കല്ല് വളവും കഴിഞ്ഞ് നമ്മളങ്ങനെ നേര്യമംഗലം പാലത്തിലെത്തി. നേര്യമംഗലം പുഴയിൽ ഭൂതത്താൻകെട്ടിലെ ഷട്ടറുകൾ തുറന്നിട്ട് കൊണ്ടായിരിക്കാം പുഴയിൽ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേര്യമംഗലവും കഴിഞ്ഞ് നമ്മൾ നേരെ കോതമംഗലം ഹൈറേഞ്ചിൻ്റെ കവാടമായ കോതമംഗലത്ത് എത്തിയിരിക്കുകയാണ്. കോതമംഗലം KSRTC സ്റ്റാൻഡിൽ കയറി നമ്മുടെ കണ്ടക്ടർ അവിടെ പഞ്ച് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ വണ്ടി അവിടെ നിന്ന് തിരിച്ചിറക്കി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോതമംഗലത്തിൻ്റെ മതമയത്തിൽ വിളിച്ചോതുന്ന കോതമംഗലത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ കന്നി 20 പെരുന്നാൾ ആഘോഷിക്കുന്ന മാർത്തോമ പള്ളിയുടെ ഫ്രണ്ടിലാണ്. അങ്ങനെ ചെറിയ വെള്ളത്താഴവും കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മൾ അടുത്ത് കണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ ഓട്ടോയിൽ കയറി നേരെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഞാൻ വരുന്ന വിവരം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എത്താൻ 2 ദിവസം കഴിയുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഓട്ടോക്കാരന് പൈസയും കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പയ്യെ നടന്നു കയറുകയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി കുറച്ചിട അത്ര ക്ലിയർ അല്ല. വാഹനമൊന്നും വീട്ടിലേക്ക് വരത്തില്ല. ഒരു ചെറിയ നടപ്പാതയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ കണ്ടൻ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ടതും എന്തോ കണ്ടൻ ജീവനം കൊണ്ട് ഓടി മറിഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് കയറി ചായ കൂടി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങനെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുണ്ട് ഇന്ന് ഞാൻ വന്നതിൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ട് ഭാര്യ ബീഫ് കറി വയ്ക്കാനുള്ള സവാളയും തക്കാളിയും മറ്റൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. TVയിലാണെങ്കിൽ നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു. ഉമ്മ ടേബിളിൽ കടിഞ്ചായം കൈ പിടിച്ച് TVയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. മൂത്ത മകന്റെ റൂമിലേക്ക് വന്നപ്പോൾ അവൻ അവിടെ മൊബൈലും നോക്കി എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആള് ചേലാട് പോളിടെക്നിക്കില് 2ാം വർഷ വിദ്യാർത്ഥിയാണ്. മകന്റെ റൂമിൽ നിന്ന് ഇറങ്ങി 2ാമത്തെ മകന്റെ റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ ഇരുന്ന് അവനും എന്തൊക്കെയോ എഴുതുകയും പഠിക്കുകയും ചെയ്യുകയാണ്. അധികം നേരം അവിടെ നിന്ന് കറങ്ങിയില്ല. പഠിക്കുന്ന പിള്ളേരെ നമ്മളായിട്ട് അത് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് അവിടുന്ന് നേരെ വിട്ടു. വീടിന്റെ ഫ്രണ്ട് വശമാണിത്. ഈ വീഡിയോയിൽ എൻ്റെ വാപ്പ ഇല്ല. വാപ്പച്ചി കാക്കനാടാണ് ജോലി നോക്കുന്നത്. ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി വാപ്പ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കലും വാപ്പച്ചി വീട്ടിലേക്ക് വന്നു പോകുന്നത്. അതുകൊണ്ട് വാപ്പച്ചിനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എൻ്റെ മകന് കിട്ടിയേക്കുന്ന 2ാമത്തെ മകന് കിട്ടിയേക്കുന്ന അവാർഡുകളും മറ്റൊക്കെയായിട്ടാ കാണുന്നത്. പല കലാപരിപാടികൾക്കും മറ്റും പങ്കെടുത്തിട്ടുള്ള. ഇതാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാടെയും എൻ്റെ ഭാര്യയുടെയും ലോകമായ കിച്ചൺ.
അവർ ഈ അടുക്കളയിലാണ് അവർ രാവിലെ മുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ലോകം. അപ്പൊ അങ്ങനെ നമ്മുടെ വീടും കാര്യങ്ങളും ഏകദേശം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്രയാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ വീട്. അവളെന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ സൂര്യൻ ഉദിച്ചിട്ടില്ല. ചെറിയൊരു കോടമഞ്ഞ് പോലെ വീടിന് ചുറ്റും കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വീടിന് ചുറ്റും നടന്ന് നമ്മുടെ വീടും പരിസരവും എല്ലാം ഒന്ന് വീക്ഷിച്ചതിന് ശേഷം നമ്മൾ നമ്മുടേതായ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. അപ്പോഴുണ്ട് രണ്ടാമത്തെ മകന്റെ കൂടെ പഠിക്കുന്ന നമ്മുടെ അയൽവാസിയായ മാഹിൻ, രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് സ്കൂളിൽ പോകുന്നത്. ലൈൻ ബസ്സിനാണ് പോകുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ഒന്നിച്ച് പോകുന്നതിന് വേണ്ടി രണ്ടുപേരും കൂടി വീട്ടിൽ നിന്ന് ഒന്നിച്ച് പോകുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മകൻ കുളിച്ച് റെഡിയായി യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ മകൻ പഠിക്കുന്നത് കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവൻ അവിടുത്തെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി രാവിലത്തെ ചായ കുടിയും എല്ലാം കഴിഞ്ഞ് യൂണിഫോം ഒക്കെ മാറി വണ്ടിക്കൂലിക്കുള്ള ചില്ലറ പൈസയും എടുത്ത് കൈ പിടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ ടാറ്റയിൽ നിന്ന് വീട്ടിൽ നിന്നും അവർ രണ്ടുപേരും പയ്യെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ചെറിയ മകൻ എല്ലാം കഴിഞ്ഞ് രാവിലെ സ്കൂളിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. ആ സമയം കൊണ്ട് മൂത്ത മകനും കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറി യൂണിഫോം ഒക്കെ ഇട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയ സ്റ്റെപ്പിൽ നിന്നിട്ട് വഴിക്ക് നിന്നിട്ട് ടാറ്റ നിന്നിട്ട് പോയതാണ് കാണുന്നത്. അതിനുശേഷം ഞാൻ നേരെ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഇന്ദിരാഗാന്ധി കോളേജ് ജംഗ്ഷനിലേക്കാണ് പോയത്. ആ ട്രാവലർ കിടക്കുന്നത് നമ്മുടെ അനിയന്റെ ഗോഡൗൺ ആണ്. അതായത് അനിയന്റെ സുഹൃത്തും കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ബേക്കറി ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് സെയിൽ ചെയ്യാൻ കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന കടയാണ് അനിയന്റെ ഹോട്ടൽ. അപ്പൊ നേരെ മൊബൈലും കൈ പിടിച്ചിട്ട് ഹോട്ടലിലേക്ക് ഇന്നലെ ഇപ്പോൾ രാവിലെ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതാണ് അനിയൻ. അപ്പൊ അധികം നേരം അവിടെ നിന്ന് കറങ്ങാൻ നിന്നില്ല. അവിടെ ചാവടിക്കാൻ വന്നവർക്ക് ഡിസ്റ്റർബ് ആണല്ലോ എന്ന് എഴുതി തിരിച്ച് നേരെ ബേക്കറി കടയിലേക്ക് തന്നെ വന്നു. ബേക്കറി ഗോഡൗണിലേക്ക് തന്നെ വന്നു. അവിടെ വന്നപ്പോൾ എൻ്റെ ഭാര്യ അവിടെ ഇരുന്ന് സ്റ്റിക്കറോ കണക്ക് കണ്ടൊക്കെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ നേരെ വിട്ടത് കനാൽപ്പാലം ജംഗ്ഷനിലേക്കാണ്. കനാൽപ്പാലം ജംഗ്ഷനിൽ വൈറൽ ഓട്ടോ ചേട്ടന്മാരുടെ കൂടെ കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം കുറച്ചു നേരം അവിടെ ഇരുന്ന് അവരോട് സ്വറ പറഞ്ഞിരുന്ന് എല്ലാം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഉള്ള കനാൽപ്പാലത്ത് ഏതൊരു മനുഷ്യൻ എവിടുന്ന് എപ്പോ വന്നാലും ആര് വന്നാലും ആദ്യം കയറുന്ന ഒരു കടയാണ് നമ്മുടെ പട്ലായുടെ ചായക്കട. അവിടെ വന്നപ്പോൾ നമ്മുടെ ലോഡിംഗ് തൊഴിലാളികളായിട്ടുള്ള നമ്മുടെ സഖാക്കൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ തന്നെ നിനക്കും ചായയിൽ വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ചായ എടുത്ത് പട്ലായി കയ്യിലേക്ക് വന്നു. ആ കാലിച്ചായയും കുടിച്ചുകൊണ്ട് കനാൽ പാലത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയം കൊണ്ട് കണ്ടമാനം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇന്ന് എന്തോ ഒരു സെക്യൂരിറ്റിക്കാരനൊക്കെ നിൽക്കുന്നുണ്ട്. എന്താ കാര്യം എന്നറിയില്ല. അപ്പൊ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.